കെജ്രിവാളിന്റെ അറസ്റ്റിന് പിന്നിൽ എന്തെങ്കിലും നാടകങ്ങളോ ഗൂഢാലോചനകളോ ഉണ്ടോ എന്ന കാര്യം ചിന്തിക്കേണ്ടത് തന്നെയാണ്. അതായത് ഇപ്പോൾ ഈ ഇലക്ഷന്റെ തൊട്ടു മുമ്പായി CAA വരുന്നു, അതുപോലെ തന്നെ ഇലക്ട്രൽ ബോണ്ട് വിഷയം വരുന്നു. ഇങ്ങനെ കൂടുതൽ വിവാദങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് BJP ഗവൺമെന്റ്. നമ്മൾ കരുതും അതൊക്കെ അവർക്ക് തിരിച്ചടിയാണ് എന്ന്. പക്ഷെ നിങ്ങളെ ഒരു വിഷയത്തിൽ നിന്ന് വഴിതിരിച്ചു വിടുക എന്ന പ്രധാനപ്പെട്ട ലക്ഷ്യം ഇതിന് പിന്നിലുണ്ടോ എന്ന കാര്യമാണ് എനിക്ക് സംശയം വരുന്നത്. അതായത് നമ്മളിപ്പോൾ വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന വോട്ടിംഗ് മെഷീൻ, ഇതിലുള്ള സംശയങ്ങളും ഇതിനെതിരെയുള്ള സമരങ്ങളും ഏതെങ്കിലും ഭാഗത്ത് ഉണർന്നു വരുന്നത്, അത്തരം ചർച്ചകൾ വരാൻ പാടില്ല. ഈ ഇലക്ഷൻ കഴിയുന്നത് വരെ ആളുകളൊന്നും അത്തരം കാര്യം ചർച്ച ചെയ്യാൻ പാടില്ല. എവിടെയും ആളുകളുടെ ചർച്ചയോ സമരങ്ങളോ പ്രതിഷേധങ്ങളോ ആ വഴി നീങ്ങാൻ പാടില്ല. അതിനുവേണ്ടി തുടരെയായി ശക്തമായ വിവാദങ്ങൾ വലിച്ചിടുകയാണോ എന്നത് നമ്മൾ ചിന്തിക്കേണ്ടത് തന്നെയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് പൂർണ്ണമായും ഇതിന് പിന്നിൽ ഒരു വ്യക്തമായ അജണ്ടയുണ്ട്. ഒരുപക്ഷെ കെജ്രിവാൾ ഇത്തരം കാര്യങ്ങൾ വളരെ കൂടുതൽ ഉന്നയിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹം ഇലക്ഷനോടനുബന്ധിച്ച് ഇത്തരം കാര്യങ്ങൾ, അതായത് വോട്ടിംഗ് മെഷീനുമായി ബന്ധപ്പെട്ട സംശയങ്ങളും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും കൂടുതൽ ഉന്നയിക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് അവിടെ തന്നെ അത്തരത്തിലുള്ള ഒരു അറസ്റ്റും മറ്റുമൊക്കെ വിവാദങ്ങളും സൃഷ്ടിക്കുക. അതല്ല എങ്കിൽ ഈ അറസ്റ്റൊക്കെ ഒരു നാടകമായി കെജ്രിവാൾ അടക്കമുള്ളവരുടെ തന്നെ അറിവോടുകൂടിയും മറ്റുമൊക്കെയുള്ള നാടകമാണോ എന്ന കാര്യവും ചിന്തിക്കേണ്ടതാണ്. ഇത്തരം വിഭാഗങ്ങളൊന്നും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നമ്മുടെ യാഥാർത്ഥ്യമാണ്. ഇതൊക്കെ നമ്മുടെ മുന്നിൽ നടക്കുന്നതെല്ലാം പരമസത്യമാണ് എന്ന് ചിന്തിക്കുമെങ്കിലും വെളിച്ചത്തിന്റെ ശത്രുക്കൾക്ക് എന്നും ഗൂഢാലോചനകളുണ്ട്. പലരും പറയും വോട്ടിംഗ് മെഷീനിൽ എന്ത് പ്രശ്നം, അങ്ങനെയാണെങ്കിൽ കർണാടകയിൽ ജയിക്കേണ്ടതല്ലേ. പക്ഷെ നിങ്ങളെപ്പോലുള്ള ആളുകൾ അങ്ങനെ പറയണം എന്നുകൊണ്ട് തന്നെ ഇനി ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാനുണ്ട്. അതിനു മുന്നിൽ ഇത്തരം സംശയം ഉന്നയിക്കാതിരിക്കാൻ വളരെ ഭൂരിപക്ഷത്തോടു കൂടെ തന്നെ കർണാടകയിൽ ജയിക്കണം എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ അതൊരു ബുദ്ധിപരമായ തീരുമാനമാണ്. അതൊക്കെ ദീർഘദൃഷ്ടിയോടുകൂടെയുള്ള തീരുമാനമാണ്. ഇപ്പോൾ നമ്മുടെ മുന്നിൽ നടക്കുന്ന പല തീരുമാനങ്ങളും പല നീക്കങ്ങളും വളരെയധികം ദീർഘദൃഷ്ടിയോടുകൂടെയുള്ളതും വലിയ ലക്ഷ്യങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് വർഷങ്ങൾക്കപ്പുറത്തുള്ള വലിയ ലക്ഷ്യങ്ങൾ വെച്ച് അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന, അതിനുവേണ്ടി പദ്ധതികൾ തയ്യാറാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാൽ ഈ അഴിമതി വിവാദങ്ങളൊക്കെ ഈ BJP സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ഒരു വിഷയമല്ലാതെ കൈകാര്യം ചെയ്യാൻ അവർക്ക് കഴിയുമെന്ന കാര്യം ഇനിയും മനസ്സിലാക്കാൻ കഴിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊക്കെ യഥാർത്ഥത്തിൽ കാര്യങ്ങളെ വസ്തുനിഷ്ഠമായി വിലയിരുത്താൻ കഴിയാത്തവരാണ്. യഥാർത്ഥത്തിൽ രാഷ്ട്രീയക്കാരൊക്കെ സമരം നടത്തേണ്ടിയിരുന്നത് ജനാധിപത്യത്തിന്റെ അടിത്തറയാകുന്ന ഇത്തരം വോട്ടിംഗ് സംവിധാനത്തിൽ ഒരു കളങ്കവുമില്ല, അത് വളരെ കൃത്യമായി തന്നെ നിർവഹിക്കപ്പെടുന്നു എന്ന് ഉറപ്പാക്കുന്നിടത്തായിരുന്നു കാര്യങ്ങൾ ചെയ്യേണ്ടത്. കാരണം ഏതെങ്കിലും ഒരു വിഭാഗമെങ്കിലും അവിടെ സംശയം ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ആ സംശയങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. അതൊരു സംഭവിക്കാവുന്ന യാഥാർത്ഥ്യമാണ് എങ്കിൽ അത് എത്രമാത്രം നമ്മുടെ ജനാധിപത്യത്തെ തകർത്തു എന്ന് മനസ്സിലാക്കാനുള്ള പക്വത നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ ഉണ്ടായിരിക്കേണ്ടതായിരുന്നു. നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങളുടെ കുട്ടികൾക്ക് ലൈവായി തന്നെ മദ്രസ പഠനം നടത്താനുള്ള ഏറ്റവും നല്ല ഓപ്ഷൻ ത്വയ്ബ ഓൺലൈൻ അക്കാദമി. ഒരു വിദ്യാർത്ഥിക്ക് ഒരു അധ്യാപകൻ, 45 മിനിറ്റ് ലൈവ് ക്ലാസുകൾ, അനുയോജ്യമായ സമയം തിരഞ്ഞെടുക്കാനുള്ള അവസരം, ഇംഗ്ലീഷിലും മലയാളത്തിലും ക്ലാസുകൾ, ഇസ്ലാമിക് ലൈഫ് സ്റ്റൈൽ പരിശീലനം, കൂടാതെ ഖുർആൻ ഹിഫ്ള് കോഴ്സുകൾ, സ്കൂൾ ട്യൂഷൻ, സ്പോക്കൺ ഇംഗ്ലീഷ്, സ്പോക്കൺ അറബിക്, ഗ്രാഫിക് ഡിസൈൻ, വീഡിയോ എഡിറ്റിംഗ്, സോഷ്യൽ മീഡിയ കോഴ്സസ്, ഡോക്ടേഴ്സിനും എഞ്ചിനീയേഴ്സിനുമുള്ള പ്രത്യേകം കോഴ്സുകൾ. ബന്ധപ്പെടേണ്ട നമ്പർ താഴെ.